ഷുവർ പി സി ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യൂറോപ്യന്മാരുടെ ആഗമനം എന്ന സെക്ഷനിലെ രണ്ടാമത്തെ ഭാഗമാണ് പരിശോധിക്കുന്നത്. നമ്മൾ കുഞ്ഞാലിമരയ്ക്കാർ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ പരിശോധിച്ചിരുന്നു. ഈ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കിയായി ഡെൻമാർക്കിനെ പറ്റിയാണ് അടുത്തതായി പറയാൻ പോകുന്നത്. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. 16 മാർക്ക് കിട്ടിയെന്ന് ഓർമ്മിക്കുക. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച രാജാവ് ക്രിസ്ത്യൻ നാലാമൻ. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച രാജാവാണ് ക്രിസ്ത്യൻ നാലാമൻ. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് 1620. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1620. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റ വർഷം 1848. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റത് 1848. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങളാണ്. 2 സ്ഥലങ്ങളുണ്ട്, ട്രാങ്ക്യുബാറും സെറാംപൂറും. ട്രാങ്ക്യുബാർ, സെറാംപൂർ. എവിടെയാണ് ട്രാങ്ക്യുബാർ സ്ഥിതി ചെയ്യുന്നത് എന്ന ചോദ്യം ചോദിച്ചാൽ തമിഴ്നാട് എന്ന് ഉത്തരം എഴുതുക. ട്രാങ്ക്യുബാർ തമിഴ്നാട്, സെറാംപൂർ ബംഗാളിലാണ്. ട്രാങ്ക്യുബാർ തമിഴ്നാട്, സെറാംപൂർ ബംഗാൾ. അടുത്തൊരു ചോദ്യം വരാം. ട്രാങ്ക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തരംഗമ്പാടി. തമിഴ്നാട്ടിലെ തരംഗമ്പാടി എന്നാണ് ട്രാങ്ക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്നത്. ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1616. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച രാജാവാര്? ക്രിസ്ത്യൻ നാലാമൻ. ഡെൻമാർക്കുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ച വർഷം 1620. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ കമ്പനികളും ബ്രിട്ടന് വിറ്റ വർഷം 1848. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ട്രാങ്ക്യുബാർ തമിഴ്നാടും സെറാംപൂർ ബംഗാള്. ട്രാങ്ക്യുബാർ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തരംഗമ്പാടി. അടുത്ത സെക്ഷനായിട്ട് ഡച്ചുകാരുടെ ആഗമനം നോക്കാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. എന്നാൽ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. 2 ഡച്ച്, ഡച്ച് 2, ഡച്ച് 2 ഇങ്ങനത്തെ ഒരു കോഡ് ഓർമ്മിച്ചിരിക്കുക. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. എന്നാൽ ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഒരു കോഡ് നമ്മൾ പഠിച്ചു, പോഡാ ബീഫെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അതിൽ രണ്ടാമത് ഡച്ചുകാരാണ്. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം 1595. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഡച്ച് 2. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാരാണ്. എന്നാൽ ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയത് ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണത്താണ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസൂലി പട്ടണം. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം ഏത്? പ്രൊട്ടസ്റ്റന്റ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽപ്പെടുന്നവരാണ് ഡച്ചുകാർ. എന്നാൽ കത്തോലിക്ക സഭയിൽ പെടുന്നവരാണ് പോർച്ചുഗീസുകാർ. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗമാണ് പ്രൊട്ടസ്റ്റന്റ്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിസ്. അഡ്മിറൽ വാൻ ഗോയിസ് ആണ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിസ്. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം പ്രൊട്ടസ്റ്റന്റ്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ അഡ്മിറൽ വാൻ ഗോയിസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. അടുത്ത ചോദ്യം. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. കൊച്ചി പിടിച്ചെടുത്ത വർഷം
1663. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമേത്? കുളച്ചൽ യുദ്ധം. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. PSC പരീക്ഷയിൽ നിരന്തരമായി ആവർത്തിക്കുന്ന ചോദ്യമാണ് അടുത്തതായി. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10-നാണ്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നതെന്നാണ് 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ആര്? ഡിലനോയി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താന്റെ പേരാണ് ഡിലനോയി. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് ഡിലനോയി ആണ്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് ആരാണ്? ഡിലനോയി ആണ്. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നതും ഡിലനോയി ആണ്. ഡിലനോയി 3 ചോദ്യങ്ങൾ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ. അപ്പോൾ അടുത്ത ചോദ്യം, കുളച്ചൽ യുദ്ധം നടന്നതെന്ന്? 1741 ഓഗസ്റ്റ് 10. അടുത്ത ചോദ്യം, ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമേത്? കുളച്ചൽ യുദ്ധം. ഡിലനോയി. രണ്ടാമത്തെ ചോദ്യം, തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയതാര്? ഡിലനോയി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആര്? ഡിലനോയി. ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ട. ഉദയഗിരി കോട്ട. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏത്? മാവേലിക്കര സന്ധി. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. അതിന്റെ ഡേറ്റ് നോക്കുക. 1753 ഓഗസ്റ്റ് 15. 1753 ഓഗസ്റ്റ് 15-നാണ് മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. മാവേലിക്കര സന്ധി എന്നാണ് ഒപ്പുവെച്ചത്? 1753 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നത് ഇന്തോനേഷ്യയാണ്. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നത് ഇന്തോനേഷ്യയാണ്. ഡച്ചുകാരുടെ ചോദ്യങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് 1602. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപ്പട്ടണം. ഡച്ചുകാർ ഉൾപ്പെടുന്ന മതവിഭാഗം ഏതാണ്? പ്രൊട്ടസ്റ്റന്റ്. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്ത? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻകോയിസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധം കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ തടവുകാരനാക്കിയ ഡച്ച് കപ്പിത്താൻ ഡിലനോയി. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയത് ഡിലനോയി. തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനും ഡിലനോയി തന്നെയാണ്. ഡിലനോയി സ്മാരകം ഉദയഗിരി കോട്ട. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര സന്ധി. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് 1753 ഓഗസ്റ്റ് 15. ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധിയാണ് മാവേലിക്കര സന്ധി. ഏഷ്യയിൽ ഡച്ചുകാരുടെ ഏറ്റവും വലിയ കോളനിയായിരുന്നത് ഇന്തോനേഷ്യയാണ്. അടുത്തൊരു സെക്ഷനായിട്ട് ഫ്രഞ്ചുകാർ നോക്കാം. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664-ലാണ്. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തി ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആരാണ് സ്ഥാപിച്ചത്? കോൾബർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്തെ ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറലാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഫ്രാങ്കോയിസ് മാർട്ടിൻ.
പോണ്ടിച്ചേരിയുടെ പിതാവെന്ന് അറിയപ്പെടുന്നതും ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറലാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണർ ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരിയാണ്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം പോണ്ടിച്ചേരി. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബെർട്ട്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറലാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം ഏതാണ്? പോണ്ടിച്ചേരി. പോണ്ടിച്ചേരിയുടെ പിതാവെന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. എന്നാൽ ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലി പട്ടണം. ഫ്രഞ്ചുകാർ ആണെങ്കിൽ സൂററ്റിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഫ്രഞ്ച് അധീനതയിൽ ആയിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. ഏറ്റവും നിരന്തരമായി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. 1724 മയ്യഴി എന്ന സ്ഥലത്ത് ഫ്രഞ്ചുകാർ കോട്ട പണിതത്. 1668 ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ളിലെ പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴ. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ചോദ്യം വരാം, കർണാട്ടിക് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. വാൻഡി വാഷ് യുദ്ധം നടന്ന വർഷം 1760. വാൻഡി വാഷ് യുദ്ധം നടന്ന വർഷം 1760. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിപ്പിക്കാൻ കാരണമായ യുദ്ധമാണ് വാൻഡി വാഷ് യുദ്ധം. വാൻഡി വാഷ് യുദ്ധം കാരണമാണ് ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായത്. എന്നാൽ ഇന്ത്യയിൽ ഡച്ച് പതനത്തിന് കാരണമായ സന്ധി മറക്കണ്ട, മാവേലിക്കര സന്ധി. ഡേറ്റ് 1753 ഓഗസ്റ്റ് 15. 1753 ഓഗസ്റ്റ് 15. തിരിച്ച് ടോപ്പിക്കിലോട്ട് വരാം. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് വാൻഡി വാഷ് യുദ്ധം. വാൻഡി വാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് തമിഴ്നാട്. ഏത് സംസ്ഥാനത്തിൽ വെച്ചാണ് വാൻഡി വാഷ് യുദ്ധം നടന്നത്? തമിഴ്നാട്. വാൻഡി വാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടാണ്. സർ ഐർക്യൂട്ട്. വാൻഡി വാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ടാണ്. വാൻഡി വാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലി. കൗണ്ട് ഡി ലാലി. വാൻഡി വാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ച സർ ഐർക്യൂട്ടും ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ട് ഡി ലാലിയുമാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷമാണ് 1954. ഫ്രഞ്ചുകാർ ഒരിക്കൽ കൂടി നോക്കാം. ഇന്ത്യയിൽ അവസാനമെത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് 1664. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ച വ്യക്തി കോൾബെർട്ടാണ്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്ന സമയത്ത് ഫ്രഞ്ച് ചക്രവർത്തിയാണ് ലൂയി 14. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രഞ്ച് ഡയറക്ടർ ജനറലാണ് ഫ്രാങ്കോയിസ് മാർട്ടിൻ. പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രഞ്ച് ഗവർണറും ആരാണ്? ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ്. ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനമാണ് പോണ്ടിച്ചേരി. 1668
ഫ്രഞ്ചുകാർ ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ആരംഭിച്ചത് സൂററ്റിലാണ്. ഫ്രഞ്ചുകാരുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങളാണ് മാഹി, കേരളം, യാനം, പോണ്ടിച്ചേരി, ചന്ദ്രനഗർ, കാരയ്ക്കൽ. ഫ്രഞ്ച് അധീനതയിലായിരുന്ന കേരളത്തിനുള്ള പ്രദേശമാണ് മാഹി. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് മയ്യഴിപ്പുഴയാണ്. മയ്യഴിയിൽ ഫ്രഞ്ചുകാർ കോട്ട പണിത വർഷം 1724. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. വാൻഡിവാഷ് യുദ്ധം നടന്ന വർഷം 1760. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം വാൻഡിവാഷ്. വാൻഡിവാഷ് ഏത് സംസ്ഥാനത്താണ്? തമിഴ്നാട്. വാൻഡിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചത് സർ ഐർക്യൂട്ട്, ഫ്രഞ്ച് സൈന്യത്തെ നയിച്ചത് കൗണ്ടി ലാലി. ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട വർഷം 1954. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായി ബ്രിട്ടീഷുകാരുടെ ആഗമനമാണ്. ആ ക്ലാസ് ആരും മിസ് ചെയ്യേണ്ട. അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.